നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പറയാൻ പോകുന്നത് ട്രംപിൻ്റെ മണ്ടൻ നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിച്ചു എന്നാണ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ന് കനത്ത ഇടിവാണ് ഈ മണ്ടൻ നയങ്ങൾ കാരണം രേഖപ്പെടുത്തിയത്. ആഗോള വിപണിയിലുണ്ടായ ഇടിവിനെ തുടർന്ന് ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും ഗണ്യമായ നഷ്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത്. സെൻസെക്സ് 3000 പോയിന്റ് ഇടിഞ്ഞാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയത്. നിഫ്റ്റി 1000 പോയിന്റ് ഇടിഞ്ഞു. 6 മാസത്തിനു ശേഷമാണ് വിപണി കനത്ത നഷ്ടം നേരിടുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പകരച്ചുങ്കം ഏർപ്പെടുത്തിയ നടപടിക്ക് പിന്നാലെ ഇന്ന് ഏഷ്യൻ വിപണി കനത്ത ഇടിവോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. എല്ലാ സെക്ടറുകളും ഇന്ന് നഷ്ടത്തിലാണ്. സെൻസെക്സും നിഫ്റ്റിയും 5% ഇടിഞ്ഞത്. ഇതിന്റെ ഫലമായി നിക്ഷേപകരുടെ സമ്പത്തിൽ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായത് 19 ലക്ഷം കോടി രൂപയാണ്. BSEയിൽ ലിസ്റ്റ് ചെയ്ത മൊത്തം കമ്പനികളുടെ വിപണി മൂല്യം 383.95 ലക്ഷം കോടിയിലേക്ക് താഴ്ന്നു. രാവിലത്തെ വ്യാപാരത്തിനിടെ സെൻസെക്സിന് 3000-ഓളം പോയിന്റ് നഷ്ടമായി. നിഫ്റ്റിയാകട്ടെ 21,800 താഴെയാവുകയും ചെയ്തു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 10%-ലേറെ നഷ്ടമായി. സെക്ടറിൽ സൂചികകളിൽ നിഫ്റ്റി മെറ്റലാണ് കൂടുതൽ തിരിച്ചടി നേരിട്ടത്. സൂചിക 7%-ലധികം താഴ്ന്നു. നിഫ്റ്റി IT, ഓട്ടോ, എനർജി, റിയാലിറ്റി തുടങ്ങിയവയും കനത്ത തിരിച്ചടി നേരിട്ടു. 4 മുതൽ 5% ഈ സൂചികകൾ ഇടിവ്. വിപണിയിലെ അസ്ഥിരതാ സൂചിക 50%-ലധികവും ഉയർന്നു. ഒരുവിധം എല്ലാ മേഖല സൂചികകളും നഷ്ടത്തിലാണ്. മിഡ് ക്യാപ് സൂചികകളിലാണ് നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടെക്, മെറ്റൽ ഓഹരികളാണ് വിൽപ്പനയുടെ ആഘാതം നേരിടുന്നത്. ആഗോളതലത്തിൽ ടെക് ഓഹരികളിലുണ്ടായ ആഴത്തിലുള്ള വിൽപ്പന സമ്മർദ്ദത്തെ പ്രതിഫലിക്കുന്ന തരത്തിൽ നിഫ്റ്റി IT സൂചിക 6%-ലേക്ക് ഇടിഞ്ഞ് 31,519.55 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. സൂചികയിൽ 10 ഘടകങ്ങളും നഷ്ടത്തിലായിരുന്നു. കോഫോർജിലും 8% ഇടിവ് രേഖപ്പെടുത്തി. ടെക് മഹീന്ദ്രയും ഇൻഫോസിസും 7% നഷ്ടമായി തൊട്ടുപിന്നിലുണ്ട്. അതേസമയം HCL ടെക്, പെർസിസ്റ്റന്റ്, എംഫസിസ്, TCS എന്നിവ ഓരോന്നും 6% വീതവും ഇടിഞ്ഞു. ആഗോളതലത്തിൽ തിരിച്ചടികളും IT ചെലവ് ചുരുക്കലുകളെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിക്ഷേപകരുടെ ജാഗ്രത ഈ കുത്തനെയുള്ള ഇടിവിന് അടിവരയിടുന്നു. ടാറ്റ ഗ്രൂപ്പിന്റെ 3 ഓഹരികളാണ് നിഫ്റ്റി 50-ൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. ട്രെൻഡ് ലോവർ സർക്യൂട്ടിലെത്തി ഗണ്യമായ നഷ്ടം നേരിട്ടു. തൊട്ടു പിന്നാലെ ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ് എന്നിവ യഥാക്രമം 108.3% ഇടിഞ്ഞു. ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഓഹരികൾ 4.95% ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. വിനിമയം തുടങ്ങിയ ഉടനെ 50 പൈസ ഇടിഞ്ഞു. നിലവിൽ 85.74 എന്ന നിലയിലാണ് രൂപയുടെ വ്യാപാരം നടക്കുന്നത്. ഇന്ത്യക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കം, റിസർവ് ബാങ്കിന്റെ പണവായ്പ നയപ്രഖ്യാപനം എന്നിവയാണ് രൂപയുടെ മൂല്യത്തെ സ്വാധീനിക്കുന്നത്. അതേസമയം ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ഉയർത്തി. ഇതോടെ ലോകം വ്യാപാര യുദ്ധത്തിലേക്കെന്ന ഭീതിയിലാണ് വിപണി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ നിന്നും ഓഹരികൾ വിറ്റഴിക്കുകയാണ്. ചൈനീസ് വിപണിയിലും കനത്ത തകർച്ചയുണ്ടായി. ചൈനയിലെ CSI 300 ബ്ലൂ ചിപ്പ് സൂചിക 4.5% താഴ്ന്നു. ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് 8% ഇടിവ് നേരിട്ടു. മലേഷ്യൻ സൂചികകൾ 16 മാസത്തിലെ താഴ്ന്ന നിലവാരത്തിലെത്തി. 4%-ലധികമാണ് ഇടിവ്. തായ്വാൻ വിപണിയിൽ 10% തകർച്ചയുണ്ടായി. ജപ്പാന്റെ നിക്കി 8.8%-ഓളമാണ് ഇടിവ് നേരിട്ടത്. 1.5 വർഷത്തെ താഴ്ന്ന നിലവാരത്തിലെ സൂചിക പതിക്കുകയും ചെയ്തു. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.